ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി 2023 ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമപരമാക്കിയ രാജ്യം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമപരമാക്കിയ രാജ്യം ഗ്രീസാണ്. ഏതാണ്? ഗ്രീസ്. അടുത്തത്, ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അടുത്തത്, ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഒന്നുകൂടി നോക്കാം. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമപരമാക്കിയ രാജ്യം ഗ്രീസ്. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2024 പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ബഹിരാകാശ യാത്രകൾക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. എവിടെയാണ്? നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ഓക്കെ, നവി മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? 2024 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായത് നവാഫ് സലാം. ആരാണ്? നവാഫ് സലാമാണ് 2024 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായത്. ലബനൻകാരനാണ് നവാഫ് സലാം. അടുത്തത്, ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഖത്തറാണ്. ഏതാണ്? ഖത്തർ. അടുത്തത്, ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്തത്, തമിഴ് ചലച്ചിത്ര താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്താണ്? തമിഴ് ചലച്ചിത്ര താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. തമിഴ് ചലച്ചിത്ര താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ISRO 2024 ഫെബ്രുവരി 7 വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേര്? ISRO 2024 ഫെബ്രുവരി 7 വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS. അടുത്തത്, അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ ഒഡീഷയിലെ 4ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ ഒഡീഷയിലെ 4ാമത്തെ ജൈവ വൈവിധ്യ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച വനമാണ് ഗുപ്തേശ്വർ വനം. 2024 ഫെബ്രുവരിയിൽ ഒഡീഷയിലെ 4ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗുപ്തേശ്വർ വനം. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദാണ്. എവിടെയാണ്? ഹൈദരാബാദ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോക പയറുവർഗ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 10. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ്. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരി. അടുത്തത്, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ഒലെഗ് കോനൻ ഗോയാണ്. ആരാണ്? ഒലെഗ് കോനൻ ഗോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത്
ഒലെഗ് കോനൻഗോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കാസർഗോഡ് ജില്ലയാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാണ് കാസർഗോഡ്. അടുത്തത്, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരെന്താണ്? കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. അതിജീവനം ആരുടെ ആത്മകഥയാണ്? കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. അടുത്തത്, നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് വി ഹരിനായരാണ്. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് വി ഹരി നായർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ബാങ്കിൻ്റെ CEO ആയി നിയമിതനായത്. കേരള ബാങ്കിൻ്റെ CEO ആയിട്ട് നിയമിതനായത് ജോർട്ടി എം ചാക്കോയാണ്. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിതനായത് ജോർട്ടി എം ചാക്കോ. അടുത്തത്, നിലവിലെ 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതനായ മലയാളി ആരാണ്? നിലവിലെ 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതനായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. ആരാണ്? ആനി ജോർജ് മാത്യു. നിലവിലെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന്റെ പേര്. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസാണ് ഗോംബസ് സാമൂരി നോറം. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസാണ് ഗോംബസ് സാമൂരി നോറം. അടുത്തത്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ മറവി രോഗിത ബാധിതരായ വയോജനങ്ങൾക്കുള്ള പദ്ധതിയുടെ പേരെന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ മറവി രോഗബാധിതരായ വയോജനങ്ങൾക്കുള്ള പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. എന്താണ്? ഓർമ്മത്തോണി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കത്തിൻ്റെ പേര്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് T50. ജമ്മുവിലാണ് T50. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. ഇനി നമുക്ക് 2024 ഭാരതരത്നം ലഭിച്ചവരാരൊക്കെയാണെന്ന് നോക്കാം. 1, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ. 2, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി. മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. 4, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ. ഇത്രയും പേർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. ഇനി 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം LK അദ്വാനിയാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചാറ്റ് GPT സമാനമായി ഭാരത് GPT വികസിപ്പിച്ച സാങ്കേതിക വിദ്യാ സേവനം. ചാറ്റ് GPTക്ക് സമാനമായി ഭാരത് GPT വികസിപ്പിച്ച സാങ്കേതിക വിദ്യാ സേവനത്തിൻ്റെ പേരാണ് ഹനുമാൻ. ചാറ്റ് GPTക്ക് സമാനമായി ഭാരത് GPT വികസിപ്പിച്ച സാങ്കേതിക വിദ്യാ സേവനത്തിൻ്റെ പേരാണ് ഹനുമാൻ. അടുത്തത്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യനാണ് കലാമണ്ഡലം കേശവൻ നമ്പീശൻ. കലാമണ്ഡലം കേശവൻ നമ്പീശൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര്. കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി AI അധ്യാപികയുടെ പേരാണ് ഐറിസ്. എന്താണ്? ഐറിസ്. കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. അടുത്തത്, കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡാണ്. അടുത്തത്, ഏത് ചരിത്ര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്? ഏത് ചരിത്ര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്? ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്. ഏത് ചരിത്ര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്? ആലുവ സർവമത സമ്മേളനത്തിൻ്റെ. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ്. ഏത് ചരിത്ര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്? ആലുവ സർവമത സമ്മേളനം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2024 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ
ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാകും. അതോടുകൂടി നമ്മൾ 2024 ഫെബ്രുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക. അടുത്ത ക്ലാസ്സുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.